ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് വേസ്റ്റ് വന്ന പഴത്തൊലി, അതായത് നമ്മൾ പഴം പുഴുങ്ങി കഴിച്ചതിൻ്റെ പഴത്തൊലിയും തണ്ണിമത്തങ്ങയുടെ വേസ്റ്റും കൂടെ കൂടിയിട്ട് നമ്മൾ മുയലിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൊടുത്തിട്ട് വരാം. ഞാൻ ആദ്യം കൊടുക്കുന്നത് ഈ മുയലിനാണ്. ഇത് ഒറ്റയ്ക്ക് കിടത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസവിച്ച് കിടക്കുകയാണ്. അതായത് തിങ്കളാഴ്ചയാണ് ഇത് പ്രസവിച്ചത്, 3 ദിവസമായത് ഇന്ന്. അപ്പോൾ നമ്മൾ ആദ്യം പ്രസവിച്ച് കിടക്കുന്നവർക്ക് നമ്മൾ പരിഗണന കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പ്രസവിച്ച് കിടക്കുന്നതിന് ഞാനിപ്പോൾ ആദ്യം തണ്ണിമത്തങ്ങ കൊടുത്തു. അതിന് ശേഷം ഏത്തപ്പഴം ഞാൻ കൊടുക്കുവേ. അതായത് ഇവിടെ പ്രസവമുറിയുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പുഴുങ്ങിയ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു, അത് കൊച്ചു കഴിച്ചതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ. ഇന്നലത്തെ ആയിരുന്നു. ഞാനത് പ്രസവിച്ച് കിടക്കുന്ന അതിന് കൊടുക്കണമായിരുന്നു നമ്മൾ. അതുകൊണ്ട് അവൾക്ക് കൊടുത്തു ആദ്യം. പഴം കിട്ടിയപ്പോൾ അവൾ പഴവും കൊണ്ട് പോയി. അവൾക്ക് തണ്ണിമത്തങ്ങ വേണ്ട, പഴം കിട്ടിയ പഴവും കൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു, അപ്പുറത്തെ മുയലുകൾ അവിടെ 4 ഉണ്ട്. മൊത്തം നമുക്ക് 5 മുയലുകളാണ് ഉള്ളത്. അപ്പോൾ അപ്പുറത്ത് 4 മുയലുകൾ കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളത്. അയ്യോ, എൻ്റെ കൈ കടിച്ചു. ഇപ്പുറത്തുനിന്ന് വന്ന് പറഞ്ഞ കൈയൊക്കെ കടിച്ചെന്നേ. അങ്ങനെ ഒരെണ്ണം എൻ്റെ കയ്യിലും കടിച്ചു. അങ്ങനെ ബാക്കിയുള്ള തണ്ണിമത്തങ്ങയെല്ലാം ഞാൻ അവിടെ ഉള്ളവർക്ക് 4 പേർക്കും കൂടി ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ പുല്ലൊക്കെ ആട്ടോ രാവിലെ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ തണ്ണിമത്തങ്ങ എത്തിയത് തലേദിവസത്തെ ഉണ്ടായിരുന്നത് കൊണ്ട്, പിന്നെ പഴത്തൊലി പിന്നെ എന്നും കാണും. എല്ലാ ദിവസവും രാവിലെ പഴം മുഴുങ്ങുന്നതാണ്, അതുകൊണ്ട് പഴത്തൊലി ഉണ്ടാവും. അങ്ങനെ അതും കൂടെ കൊടുത്തു. പഴം അവർക്ക് കൊടുക്കണം, അതിന് തന്നെ കൊടുത്തേക്കാം പഴം. അയ്യോ, കെട്ടിയവനാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുന്നൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ലൊരു വീഡിയോഗ്രാഫാട്ടോ, നന്നായിട്ട് വീഡിയോ എടുത്തു തരുമെങ്കിൽ. അപ്പം മിച്ചമുള്ള പഴത്തൊലിയെല്ലാം ഞാൻ ഇവറ്റകൾക്ക് ഇട്ട് കൊടുത്തു. തണ്ണിമത്തങ്ങ ഞാൻ ഇവറ്റകൾക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ അപ്പുറത്തോട്ട് വന്നേ. ഇവിടെയാട്ടോ നമ്മുടെ മോയിൽ പ്രസവിച്ചത്. 3 കുഞ്ഞുങ്ങളുണ്ട്, കണ്ണു തുറന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതാണ് നമ്മുടെ പ്രസവമുറി, എൻ്റെ അതാണ് പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇവറ്റകൾക്ക് തീറ്റ കൊടുത്തു, അതായത് തണ്ണിമത്തങ്ങയും ഏത്തപ്പഴം മുഴുങ്ങിയതൊക്കെ കൊടുത്തു. പ്രസവിച്ച് കിടക്കുവാണല്ലോ, സാധാരണ പ്രസവിച്ച് കിടക്കുന്നവരെന്താ കഴിക്കുന്നത്? ഏത്തപ്പഴം മുഴുങ്ങിയത് മുട്ടയൊക്കെ അല്ലേ രാവിലെ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.